കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരായില്ല എങ്കിൽ അറസ്റ്റിന് ഉത്തരവ് നൽകുമെന്ന് കോടതി. തന്ത്രങ്ങൾ കോടതിയോട് വേണ്ട എന്നും നേരിട്ട് ഹാജരാകണമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞു. കോടതിയലക്ഷ്യ കേസിലാണ് നടപടി. കശുവണ്ടി ഇറക്കുമതിയിൽ 600 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന ആരോപണത്തിലാണ് CBI അന്വേഷണം നടക്കുന്നത്. INTC നേതാവ് ചന്ദ്രശേഖരനും അന്നത്തെ MD KM രതീഷിനുമെതിരെയാണ് പ്രധാന അന്വേഷണം. ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ ആവശ്യമാണ്. പ്രോസിക്യൂഷൻ സാങ്ഷൻ സർക്കാരുകൾ നൽകുന്നില്ല. മുൻ സർക്കാരും ഇത് നൽകിയിട്ടില്ല. പലതവണ ഹൈക്കോടതി നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഉത്തരവിട്ടെങ്കിലും പ്രോസിക്യൂഷൻ സാങ്ഷന്റെ കാര്യത്തിൽ മുൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് തീരുമാനമെടുത്തില്ല. അതേ തുടർന്നാണ് കോടതിയലക്ഷ്യ കേസെടുത്തത്. കോടതിയലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും മുഹമ്മദ് ഹനീഷ് ഹാജരായില്ല. പലതവണ ഒഴിവുകഴിവുകൾ പറഞ്ഞു, അവധിക്ക് അപേക്ഷ നൽകി. അതേ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. എന്നാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചനുസരിച്ച് കോടതിയിൽ ഹാജരായി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നിട്ടും ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ മുഹമ്മദ് ഹനീഷ് ഹാജരായില്ല. ഇതേ തുടർന്നാണ് ഹൈക്കോടതി കർശന നിലപാടെടുത്തത്. തിങ്കളാഴ്ച നേരിട്ട് ഹാജരായില്ലെങ്കിൽ പോലീസ് നടപടികളിലൂടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി ഉത്തരവ് നിരന്തരം ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുവാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഇത്രയും വലിയ അഴിമതി നടന്ന ആരോപണത്തിൽ CBI പോലത്തെ ഒരു അന്വേഷണ ഏജൻസി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ഉത്തരവിന് എതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തിങ്കളാഴ്ച മുഹമ്മദ് ഹനീഷ് ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി.